അമേരിക്കയിലെ ടെക്സസിൽ കഴിഞ്ഞയാഴ്ചയുണ്ടായ മിന്നൽ പ്രളയം ലോകത്തെ ഞെട്ടിച്ചു. ഒറ്റ രാത്രി കൊണ്ട് സർവനാശം വിതച്ച പ്രളയം സൃഷ്ടിച്ച തീരാനോവുകൾക്കിടയിലും വിവാദം പെയ്തു തീർന്നില്ല. കൃത്യമായ വെള്ളപ്പൊക്ക മുന്നറിയിപ്പ് നൽകാത്തതാണ് ആളപായവും കനത്ത നാശനഷ്ടവും ഉണ്ടാക്കിയതെന്ന വിമർശനവും ശക്തമാണ്. ചെലവ് ചുരുക്കാൻ കാലാവസ്ഥാ നിരീക്ഷണ സ്ഥാപനങ്ങളിലെ പകുതിയിലേറെ ജീവനക്കാരെ പിരിച്ചുവിട്ടതോടെ വകുപ്പിന്റെ മുന്നറിയിപ്പ് സംവിധാനവും പ്രവർത്തനവും താളം തെറ്റിയതിന്റെ ദുരന്തമാണ് ടെക്സസിൽ സംഭവിച്ചതെന്ന് ആരോപണമുയർന്നു. ആരോപണം ഉന്നയിക്കുന്നവർ ദുഷ്ടമനസ്സുള്ളവരെന്ന് ട്രംപിന്റെ പ്രതികരണം. മിന്നൽ വെള്ളപ്പൊക്കത്തിൽ കുട്ടികളടക്കം 120-ലധികം പേർ മരിച്ചു. കാണാതായ 170ഓളം പേർക്കായി തെരച്ചിൽ തുടരുന്നു. 2 നൂറ്റാണ്ടിന് ശേഷം അമേരിക്കയിലെ ടെക്സാസിൽ നടന്ന മഹാദുരന്തമാണ് മിന്നൽ പ്രളയം. അപ്രതീക്ഷിതമായി ഉണ്ടായതാണ് വെള്ളപ്പൊക്കമെങ്കിലും അനേകം പേരുടെ മരണത്തിനും വൻ നാശനഷ്ടത്തിനും കാരണമായത് മനുഷ്യരുടെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ചയാണെന്ന ആരോപണം ശക്തമാണ്. വിമർശനത്തിന്റെ ശരമുന വന്നു തറയ്ക്കുന്നത് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിലാണ്. കൃത്യമായ കാലാവസ്ഥാ മുന്നറിയിപ്പ് കൊടുക്കാൻ കഴിയാത്തതാണ് ദുരന്തവ്യാപ്തി വർദ്ധിപ്പിച്ചതെന്നാണ് പ്രധാന ആരോപണം. കൃത്യമായി പ്രവർത്തിച്ചു പോന്നിരുന്ന ഫെഡറൽ കാലാവസ്ഥാ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരെ പിരിച്ചുവിട്ടതും ഫണ്ട് വെട്ടിക്കുറച്ചതും തിരിച്ചടിയായി എന്നാണ് ആക്ഷേപം. ജീവനക്കാരെ പിരിച്ചുവിട്ട് ട്രംപ് ചെലവ് ചുരുക്കൽ നയം പിന്തുടരുന്നതിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നതിനിടയിലാണ് ടെക്സാസിൽ വെള്ളപ്പൊക്ക ദുരന്തമുണ്ടായത്. നാസയിൽ നിന്ന് പോലും 2000-ലേറെ ജീവനക്കാരെ പിരിച്ചുവിടാനൊരുങ്ങുകയാണ് ട്രംപ് ഭരണകൂടം. ട്രംപിനെ എന്നും പിന്തുണച്ചിട്ടുള്ള സംസ്ഥാനമായ ടെക്സാസിനോട് അദ്ദേഹത്തിനും ഏറെ വൈകാരികമായ അടുപ്പമുണ്ടായിരുന്നു. എന്നാൽ ചെലവ് ചുരുക്കലിന്റെ ഭാഗമായി സംസ്ഥാനത്തെ കാലാവസ്ഥാ വിഭാഗത്തിൽ നിന്നും പകുതിയിലേറെ ജീവനക്കാരെ അധികാരത്തിൽ വന്ന ശേഷം ട്രംപ് പിരിച്ചുവിട്ടിരുന്നു. വെള്ളപ്പൊക്ക ദുരന്തമുണ്ടായ വെള്ളിയാഴ്ച നാമമാത്രമായ ജീവനക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. കാലാവസ്ഥാ ഏജൻസികളായ നാഷണൽ ഓഷ്യാനിക് ആൻഡ് അറ്റ്മോസ്ഫെറിക് ഓർഗനൈസേഷൻ, നാഷണൽ വെതർ സർവീസ് എന്നീ സ്ഥാപനങ്ങളിൽ നിന്ന് വൻതോതിൽ ജീവനക്കാരെ പിരിച്ചുവിട്ടതിന് ശേഷം യുഎസിലുണ്ടായ ഏറ്റവും മാരകമായ പ്രകൃതി ദുരന്തമാണ് ടെക്സസിൽ സംഭവിച്ചത്. ടെക്സാസ് സംഭവം പാഠമാക്കി ആവശ്യമായ ജീവനക്കാരെ കാലാവസ്ഥാ വകുപ്പിൽ നിയമിക്കണമെന്ന ആവശ്യവും ശക്തമാകുന്നു. നാഷണൽ ഓഷ്യാനിക് ആൻഡ് അറ്റ്മോസ്ഫെറിക് അഡ്മിനിസ്ട്രേഷനുള്ള ഫണ്ട് വെട്ടിക്കുറച്ചതിനെതിരെ ഡെമോക്രാറ്റുകൾ പ്രതിഷേധവുമായി രംഗത്തു വന്നതിന് പിന്നാലെ മിന്നൽ പ്രളയം സംബന്ധിച്ച ദുരന്ത പ്രഖ്യാപനത്തിൽ ഡൊണാൾഡ് ട്രംപ് ഒപ്പുവച്ചു. ടെക്സസിൽ നാശം വിതച്ച പ്രളയത്തിൽ ഇതുവരെ 120-ലധികം പേർ മരിച്ചതായാണ് റിപ്പോർട്ട്. 170ഓളം പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. ഇതിൽ 36 പേർ പെൺകുട്ടികളാണ്. ഇവർക്കായുള്ള തെരച്ചിൽ പുരോഗമിക്കുകയാണെന്ന് അധികൃതർ അറിയിച്ചു. മരിച്ചവരിലും 30-ലധികം പേർ കുട്ടികളാണ്. 84 മരണങ്ങളും കെർ കൗണ്ടിയിലാണ് സംഭവിച്ചത്. ഗ്വാഡാലൂപ്പ് നദിക്കരയിലുള്ള ഹണ്ട് എന്ന ചെറുപട്ടണത്തിലാണ് പ്രളയം നാശം വിതച്ചത്. നദീതീര വിനോദത്തിന് പേരുകേട്ട പ്രദേശമാണ് ഹണ്ട്. ഇവിടെ നടക്കുന്ന വേനൽക്കാല ക്യാമ്പുകൾ പ്രശസ്തമാണ്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ധാരാളം കുട്ടികൾ എത്തുന്ന സ്ഥലം കൂടിയാണിത്. പക്ഷേ നേർത്ത മണ്ണും കുത്തനെയുള്ള ഭൂപ്രകൃതിയും കാരണം ദുർബലമായ ഈ പ്രദേശം പെട്ടെന്ന് വെള്ളപ്പൊക്കമുണ്ടാകാൻ സാധ്യതയുള്ള ഫ്ലാഷ് ഫ്ലഡ് ആലി എന്നാണ് അറിയപ്പെടുന്നത്. ഗ്വാഡലൂപ്പ് നദി കരകവിഞ്ഞതാണ് മരണസംഖ്യ ഉയരാൻ കാരണം. ഈ നദീതീരത്തായിരുന്നു പെൺകുട്ടികൾക്കായുള്ള സമ്മർ ക്യാമ്പ് നടന്നിരുന്നത്. 750ഓളം പേർ ക്യാമ്പിൽ പങ്കെടുത്തിരുന്നു. ക്യാമ്പിലുണ്ടായിരുന്ന പെൺകുട്ടികളെ അടക്കം നിരവധി പേരെയാണ് കാണാതായത്. പുലർച്ചെയുണ്ടായ വെള്ളപ്പൊക്കത്തിൽ അപകടത്തിൽപ്പെട്ടവരെല്ലാം ഉറക്കത്തിലായിരുന്നു. 1 മാസം കൊണ്ട് ലഭിക്കേണ്ട മഴ ഏതാനും മണിക്കൂറിൽ ലഭിച്ചതോടെ നദികൾ കരകവിയുകയായിരുന്നു. ഗ്വാഡാലൂപ്പ് നദിയിൽ 45 മിനിറ്റിനുള്ളിൽ ജലനിരപ്പ് 26 അടി ഉയർന്നത് അപകടത്തിന്റെ ഭീകരത വർദ്ധിപ്പിച്ചു. കൃത്യമായ പ്രളയ മുന്നറിയിപ്പ് നൽകാതിരുന്നതും ദുരന്തവ്യാപ്തി കൂട്ടി. 3 മുതൽ 6 വരെ ഇഞ്ച് മഴ പെയ്യുമെന്നായിരുന്നു കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. എന്നാൽ 10 ഇഞ്ച് മഴയാണ് പെയ്തത്. ഹണ്ട് പട്ടണത്തിൽ 3 മണിക്കൂറിൽ പെയ്തത് 6.5 ഇഞ്ച് മഴ. ടെക്സസിൽ മിന്നൽ പ്രളയമുണ്ടായ സ്ഥലങ്ങളിൽ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സന്ദർശനം നടത്തി. സാൻ അന്റോണിയോയിലെ കെല്ലി ഫീൽഡിൽ വിമാനമിറങ്ങിയ ട്രംപ് ആദ്യം സന്ദർശനം നടത്തിയത് ഏറ്റവും അധികം നാശനഷ്ടങ്ങൾ ഉണ്ടായ കെർ കൗണ്ടിയിലായിരുന്നു. ഭയാനകമായ ദുരന്തമാണ് സംഭവിച്ചതെന്ന് ട്രംപ് സന്ദർശനത്തിനിടെ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇത്രയും വേഗത്തിൽ വെള്ളമൊഴുകുന്നത് ആർക്കും വിശ്വസിക്കാനാവില്ല. 200 വർഷത്തിലൊരിക്കൽ സംഭവിക്കുന്ന ദുരന്തമാണ് ടെക്സാസിൽ ഉണ്ടായതെന്നും ട്രംപ് വ്യക്തമാക്കി. മിന്നൽ പ്രളയം സംബന്ധിച്ച് കൃത്യമായ മുന്നറിയിപ്പുകൾ നൽകിയില്ലെന്നും
വേണ്ടത്ര ജീവനക്കാർ ഇല്ലാത്തതാണ് ദുരന്തത്തിന്റെ ആക്കം കൂട്ടിയതെന്നുമുള്ള വിമർശനം ചൂണ്ടിക്കാണിച്ച മാധ്യമപ്രവർത്തകരോട് ദുഷ്ടമനസ്സുകൾക്ക് അത്തരം ചോദ്യം ചോദിക്കാനാകൂ എന്നായിരുന്നു ട്രംപിന്റെ മറുപടി. ഓരോ വർഷവും രണ്ടാം പാദത്തിൽ ടെക്സസ് സംസ്ഥാനത്ത് ഓരോ മഹാവിപത്തുകൾ സംഭവിക്കാറുണ്ട്. ഈ വർഷം പ്രകൃതി ദുരന്തമായത് പ്രളയമായാണ് എത്തിയത്. പ്രളയ പരിഹാര മാർഗങ്ങൾ ചർച്ച ചെയ്യാൻ ടെക്സസ് അസംബ്ലി പ്രത്യേക സമ്മേളനം ഗവർണർ ഗ്രെഗ് അബോട്ട് വിളിച്ചു ചേർത്തു. ജൂലൈ 4-ന് ഉണ്ടായ മഹാപ്രളയത്തെ നേരിടാൻ സംസ്ഥാനം എന്തെല്ലാം മുന്നൊരുക്കങ്ങൾ ചെയ്തു, ആശയവിനിമയത്തിൽ പാളിച്ചകൾ ഉണ്ടായോ തുടങ്ങിയവയാണ് ചർച്ചയിലെ പ്രധാന അജണ്ടകൾ.